ഇനി നമുക്ക് തുടങ്ങേണ്ടത് മലബാറിലാണ്. ഞാൻ എൻ്റെ മനസ്സിലോർത്തു ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനി എത്ര നാൾ കഴിഞ്ഞിട്ട് വേണം, എൻ്റെയൊക്കെ മരണശേഷമായിരിക്കും. ഗ്രാജുവലി ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങൾക്ക് പുതിയ പുതിയ വൊക്കേഷൻസ് മലയാറ്റൂർ കൂടുതൽ കിട്ടാൻ തുടങ്ങി. ഞങ്ങൾ താമരശ്ശേരി പിതാവിനെയാണ് അതിൻ്റെ ഫംഗ്ഷന് വേണ്ടി വിളിച്ചത്. അപ്പം പിതാവിനും വലിയ ആഗ്രഹമാണ് ഒരു മിണ്ടാമടം പിതാവിൻ്റെ രൂപതയിലുണ്ടാകാനായിട്ട്. ആ സമയത്താണ് ഈ കോവിഡൊക്കെ വന്നതുകൊണ്ട് പണിയൊക്കെ ഇത്തിരി നീണ്ടുപോയപ്പം തുടക്കം തൊട്ട് തന്നെ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. പല തടസ്സങ്ങൾ, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതുപോലെയുള്ള ഒത്തിരിയേറെ തടസ്സങ്ങളുടെ മധ്യത്തിലും ദൈവം ഒരു വിശ്വാസത്തിൻ്റെ ഒരു വലിയ മേഖല ഇതിൻ്റെ പുറകിലുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഞാൻ ഈശോയോട് പറഞ്ഞു, ഇനി നിൻ്റെ ആലയം ആദ്യം പണിത് കഴിഞ്ഞിട്ടേ ഞങ്ങൾക്ക് താമസിക്കാനുള്ളത് ഞങ്ങൾ ഒരുക്കുള്ളൂ. ഒരു ലേഡി പള്ളി പണിക്കുള്ള എല്ലാം ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞുകൊണ്ട് മാശ്രീ ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഞങ്ങളെ കാണാനായിട്ട് വന്ന സിറോ മലബാർ സഭയിലെ രണ്ടാമത്തെ മിണ്ടാമടം മെയ് 1 താമരശ്ശേരി രൂപതയിലെ ഈരൂരിൽ ആശീർവദിക്കപ്പെട്ട വാർത്ത നാം എല്ലാവരും അറിഞ്ഞു കാണും. ഈ ഭവനം ഇവിടെ സ്ഥാപിക്കപ്പെട്ടതിന് പിന്നിൽ ദൈവനിയോഗമാണെന്ന് തെളിയിക്കുന്ന നിരവധി സംഭവ വികാസങ്ങൾ നടന്നിട്ടുണ്ട്. പ്രതിസന്ധിയുടെ കൊടുങ്കാറ്റടിച്ചപ്പോഴും തുണയായ ദൈവപരിപാലനയുടെ നിരവധി അനുഭവങ്ങൾ ഈ ഭവനത്തിന് പിന്നിലുണ്ട്. അത്തരത്തിൽ ഈ മിണ്ടാമടം ഇവിടെ സ്ഥാപിതമായതിൻ്റെ നാൾവഴികളെക്കുറിച്ച് വികാറസ് മദർ ജോൺസി സൺഡേ ഷാലോം ന്യൂസിനോട് പ്രതികരിക്കുന്നു. സിറോ മലബാർ സഭയുടെ രണ്ടാമത്തെ കർമ്മലീത്ത മിണ്ടാമടം ആണ് നമ്മൾ ഈരൂട്. കഴിഞ്ഞ ദിവസം അതിൻ്റെ ബ്ലെസ്സിങ് നടക്കുകയുണ്ടായി. ഇതിൻ്റെ പുറകിലുള്ള ചരിത്രം എനിക്ക് എൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ 2009 മാർച്ചിൽ ഫാദർ പാട്രിക് മൂത്തേരി OCD പഴയ ഡെഫിനിറ്റർ ജനറലായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഫാദർ മൂത്തേരിയിൽ അച്ഛനൊരിക്കൽ ഞങ്ങളെ കാണാനായിട്ട് വന്നിരുന്നു മലയാറ്റൂർ. ബ്ലെസ്സിങ് കഴിഞ്ഞിട്ടുള്ള ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം വന്നത് 2009. അദ്ദേഹം പറഞ്ഞു, ഇനി നമുക്ക് തുടങ്ങേണ്ടത് മലബാറിലാണ്, അവിടെ ഒരു മിണ്ടാമടം ഒന്നുമില്ലല്ലോ. അപ്പം ഞാൻ എൻ്റെ മനസ്സിലോർത്തു ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനി എത്ര നാൾ കഴിഞ്ഞിട്ട് വേണം, എൻ്റെയൊക്കെ മരണശേഷമായിരിക്കും ഇതൊക്കെ ഉണ്ടാകുക എന്ന് ഞാനങ്ങനെ തമാശയായിട്ട് അച്ഛനോട് പറഞ്ഞു. ഗ്രാജുവലി ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങൾക്ക് പുതിയ പുതിയ വൊക്കേഷൻസ് മലയാറ്റൂർ കൂടുതൽ കിട്ടാൻ തുടങ്ങി. അത് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികളൊക്കെയാണ് അവിടെ വന്നത്, നല്ല തീക്ഷ്ണതയുള്ള കുട്ടികളാണ്. അങ്ങനെ എല്ലാ മാസവും തന്നെ പല പ്രാവശ്യമായിട്ട് കുട്ടികളങ്ങനെ വന്നു. ഒരു 25 അംഗങ്ങളായി ഞങ്ങൾ 2015 ആയപ്പോഴത്തേക്കും. സാധാരണ ഒരു മിണ്ടാമടത്തിൽ 21 പേരാണ് മാക്സിമം പാടുള്ളൂ. അപ്പം കൂടുതൽ പേരെ നമുക്ക് എടുക്കാം പുതിയൊരു മഠം തുടങ്ങുന്നതിൻ്റെ. അപ്പോൾ 25 പേരായപ്പോഴാണ് നമ്മളിങ്ങനെ മലബാറിൽ, ആ സമയത്താണ് ഒരു സിസ്റ്ററിൻ്റെ സോളം പ്രൊഫഷൻ വരാനിടയായത്. സോളം പ്രൊഫഷന് താമരശ്ശേരിയിൽ നിന്നുള്ള സിസ്റ്റർ ആയതുകൊണ്ട് ഞങ്ങൾ താമരശ്ശേരി പിതാവിനെയാണ് അതിൻ്റെ ഫംഗ്ഷന് വേണ്ടി വിളിച്ചത്. അപ്പോൾ പിതാവിനും വലിയ ആഗ്രഹമാണ് ഒരു മിണ്ടാമടം പിതാവിൻ്റെ രൂപതയിലുണ്ടാകാനായിട്ട്. അപ്പോൾ അന്നത്തെ ഫംഗ്ഷനിലൊക്കെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ അച്ഛനും പറഞ്ഞു അതേക്കുറിച്ച്, പിതാവും പറഞ്ഞു പിതാവിൻ്റെ ആഗ്രഹം. അത് കഴിഞ്ഞ് പിതാവിനെ തനിയെ ഞങ്ങളെല്ലാവരും കൂടി പാർലറിൽ കണ്ടപ്പോഴും ആ ആഗ്രഹം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പങ്കുവച്ചു. അങ്ങനെ എന്നാൽ നമുക്ക് അതിനുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞാണ് അത് ഉണ്ടായത്. അങ്ങനെ ഞങ്ങൾ കമ്മ്യൂണിറ്റി തീരുമാനിച്ചു, കമ്മ്യൂണിറ്റിക്കും താല്പര്യമാണ് ഒരു മഠം ഉണ്ടാകാനായിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് പെർമിഷന് വേണ്ടി ഞങ്ങൾ റോമിലേക്ക് അപ്ലൈ ചെയ്തു. അപ്പോൾ അവിടെ നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള അതും കിട്ടി. അങ്ങനെ പിതാവ് പറഞ്ഞതനുസരിച്ച് ഞങ്ങളിവിടെ വന്ന് പിതാവ് പറഞ്ഞു, എനിക്ക് 2 ഏക്കർ സ്ഥലമുണ്ട്, ഞാനത് നിങ്ങൾക്ക് തരാം, പിതാവിൻ്റെ ആഗ്രഹം പറഞ്ഞു. അങ്ങനെ കാണാൻ വേണ്ടി ഒരു ദിവസം വന്നു കഴിഞ്ഞപ്പം ഇപ്പം 3-4 സ്ഥലങ്ങൾ കണ്ടു. അപ്പം അത് അത്രയും കൂടെ മഠം പണിയാനായിട്ടുള്ള സൗകര്യമുള്ളൊരു സ്ഥലമല്ലായിരുന്നു. അപ്പോൾ OCD അച്ഛന്മാർക്കും സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ OCD അച്ഛന്മാരുടെ സ്ഥലവും ഞങ്ങൾ വന്ന് കണ്ടു. അപ്പോൾ അത് കുറച്ചും കൂടി നീളത്തിൽ കിടക്കുന്നതുകൊണ്ട് നല്ലതായിട്ട് തോന്നി. അങ്ങനെ ഞങ്ങൾ അച്ഛന്മാർ പറഞ്ഞു, നമുക്കിത് തന്നെ എടുക്കാം. അങ്ങനെ
ഫൈനലായിട്ട് നമ്മൾ അങ്ങനൊരു തീരുമാനമായി. അങ്ങനെയാണ് ഈ മഠം ഇവിടെ സ്ഥാപിക്കാനായിട്ട് ഇടയായത്. അതിന് 2017 മുതൽ ഞങ്ങൾ വന്ന് സ്ഥലം കാണാൻ വന്നു. 2018 നമുക്ക് ആ സ്ഥലം പതിപ്പിച്ച് തന്നു. 2018 മാർച്ച് 1-ാം തീയതി നമ്മൾ ട്രസ്റ്റ് ഫോം ചെയ്തു. ആ ട്രസ്റ്റിൻ്റെ പേരിലാണ് ഈ 2 ഏക്കർ സ്ഥലം OCD മലബാർ പ്രൊവിൻസിലെ അച്ഛന്മാർ നമുക്ക് ദാനമായിട്ട് നൽകി നമ്മുടെ പേരിലേക്ക് ആക്കി തന്നു. അപ്പം പക്ഷേ മഠം പണിയുന്നതിനുള്ള സമയമൊക്കെ എടുക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് വരുമ്പോൾ താമസിക്കാനായിട്ടുള്ള തൽക്കാലത്തേക്കായിട്ട് SKD സിസ്റ്റേഴ്സിൻ്റെ കക്കാടംപൊയിലിലെ ഒരു സ്ഥലം അവിടെ കിടപ്പുണ്ടായിരുന്നു. ഒരു ഓർഫണേജായിരുന്നു അത്. 2 വർഷമായിട്ട് ഓർഫണേജ് നടക്കാതെ ഇങ്ങനെ കിടക്കുകയായിരുന്നു. സിസ്റ്റേഴ്സ് അവിടെ അതിൻ്റെ ചാർജൊക്കെ നോക്കിക്കൊണ്ട് SKD സിസ്റ്റേഴ്സ് അത് നമ്മുടെ തൂങ്കുഴി പിതാവ് തുടങ്ങിയതാണ് ആ സഭ. അപ്പോൾ അവരുടെ സിസ്റ്റേഴ്സ് അവരുടെ നല്ലൊരു ഔദാര്യ മനസ്സ് മൂലം അവിടെ ഒരു കൊല്ലത്തേക്ക് ഞങ്ങളോട് താമസിക്കാനായിട്ട് പറഞ്ഞു. ആ സമയത്താണ് ഈ കോവിഡൊക്കെ വന്നതുകൊണ്ട് പണിയൊക്കെ ഇത്തിരി നീണ്ടു പോയപ്പം അത് ഒരു 3 കൊല്ലത്തോളം ഞങ്ങൾക്ക് അവിടെ താമസിക്കേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ 2019 മെയ് 15-ാം തീയതിയാണ് ഞങ്ങൾ ആദ്യമായിട്ട് 10 സിസ്റ്റേഴ്സ് അവിടെ നിന്നും മലയാറ്റൂരിൽ നിന്നും ഇവിടെ വന്നത്. അങ്ങനെ അവിടെ ഞങ്ങൾ 3 വർഷം താമസിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ഈ പണിയൊക്കെ ഞങ്ങളിവിടെ നോക്കിക്കൊണ്ടിരുന്നു. ഈ മഠസ്ഥാപനം ദൈവത്തിൻ്റെ ഒരു പരിപൂർണമായ പദ്ധതിയാണെന്ന ബോധ്യം ഈ ഘട്ടങ്ങളിൽ തനിക്ക് ഉണ്ടായതായും അതുവഴി വലിയ തടസ്സങ്ങൾക്കിടയിലും ഈ പ്രതിസന്ധികൾ അതിജീവിക്കാനുള്ള ധൈര്യം തങ്ങൾക്ക് ലഭിച്ചതായും സിസ്റ്റർ ജോൺസി പറഞ്ഞു. അപ്പോൾ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മഠസ്ഥാപനം ഇത് ദൈവത്തിൻ്റെ പരിപൂർണമായൊരു പദ്ധതിയാണെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. കാരണം തുടക്കം തൊട്ട് തന്നെ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. പല തടസ്സങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതുപോലെയുള്ള ഒത്തിരിയേറെ തടസ്സങ്ങളുടെ മധ്യത്തിലും ദൈവം ഒരു വിശ്വാസത്തിൻ്റെ ഒരു വലിയ മേഖല ഇതിൻ്റെ പുറകിലുണ്ടായിരുന്നു. ദൈവം ഇത് ആഗ്രഹിക്കുന്നതാണ്, അത് ദൈവം ഇത് സാധിച്ചു തരും എന്നുള്ള. ഇപ്പോൾ ഈ തടസ്സങ്ങളെയൊക്കെ അതിജീവിക്കാനായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് ധൈര്യം കിട്ടിയായിരുന്നു. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്നുള്ള ബോധ്യം വന്നതുകൊണ്ട്. സാധാരണയായി മിണ്ടാമഠങ്ങൾ നിർമ്മിക്കുമ്പോൾ ആദ്യം മഠം നിർമ്മിച്ച ശേഷമാണ് അവിടെ പള്ളി നിർമ്മിക്കുന്നത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ദൈവത്തിൻ്റെ ആലയം നിർമ്മിച്ച ശേഷം മതി ഞങ്ങളുടെ ഭവനം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെക്കുറിച്ചും മദർ ജോൺസി വെളിപ്പെടുത്തി. സാധാരണ മിണ്ടാമഠങ്ങളെല്ലാം തുടങ്ങുമ്പോഴും നമ്മൾ മഠം തുടങ്ങി പിന്നെ പള്ളി പണിത് അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ഈശോയോട് പറഞ്ഞു, ഇനി നിൻ്റെ ആലയം ആദ്യം പണിത് കഴിഞ്ഞിട്ടേ ഞങ്ങൾക്ക് താമസിക്കാനുള്ളത് ഞങ്ങൾ ഒരുക്കുള്ളൂ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് അതെൻ്റെ ആഗ്രഹമായിരുന്നു. അപ്പോൾ അതങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ആ ആഴ്ചയിൽ തന്നെ ഒരാഴ്ച തികയുന്നതിന് മുൻപ് തന്നെ ഒരു ലേഡി പള്ളി പണിക്കുള്ള എല്ലാം ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞുകൊണ്ടും ആ സ്ത്രീ ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഞങ്ങളെ കാണാനായിട്ട് വന്ന സ്ത്രീ പേര് വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞായിരുന്നു. എറണാകുളംകാരിയാണ്. അപ്പോൾ അന്നത്തെ കണക്കനുസരിച്ച് പള്ളിക്ക് ഏതാണ്ട് 55 ലക്ഷത്തോളം വേണ്ടി വരുമായിരുന്നു പള്ളി പണിയാനായിട്ട്. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അത് മൊത്തം ഞാൻ തരാം, പക്ഷേ എനിക്കറിയാം പണിത് വരുമ്പോൾ അതിനേക്കാളും കൂടുതലാകും, അപ്പോൾ അതുകൊണ്ട് അതും ഞാൻ തന്നെ ചെയ്തു തന്നേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അന്നാളിൽ തന്നെ ആൾ ആദ്യം ഒരു 25 പിന്നെ ഒരു 30 പിന്നത്തെ ആഴ്ചയിൽ, അടുത്ത മാസം എന്ന് പറഞ്ഞെങ്കിലും ആൾക്ക് ക്ഷമയുണ്ടായിരുന്നില്ല. പിന്നത്തെ ആഴ്ചയിൽ തന്നെ ആ 30 അങ്ങനെ തന്ന് ഞങ്ങളെ അത് കഴിഞ്ഞു പിന്നെ ഈ പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് കോവിഡിൻ്റെ സമയത്ത് നമുക്ക് ഇത്തിരി സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞങ്ങൾ ആ സ്ത്രീയോട് പറഞ്ഞു ഇങ്ങനെ കുറച്ച് ഇതുണ്ട്. അപ്പോൾ വീണ്ടും ഞങ്ങൾക്ക് പിന്നെയും ഒരു 15 പിന്നെയും ഒരു 10 അങ്ങനെയൊക്കെ ആയിട്ട് വീണ്ടും തന്ന് ഞങ്ങളെ സഹായിച്ചു. അതുപോലെ ഞങ്ങൾ മലയാറ്റൂരിൽ നിന്നും പുറപ്പെടുന്നതിന് മുൻപ് തന്നെ ഒരു ഫാമിലി ഞങ്ങളെ കാണാൻ വന്നു. അപ്പോൾ അവരും പറഞ്ഞു, ഞങ്ങൾ ഇതൊന്നും അവർ ഞങ്ങളെ സഹായിക്കണം എന്നുള്ള വിചാരത്തിലൊന്നുമല്ല, അവർ വന്ന് ഞങ്ങളെ ഇനി കാണാൻ പറ്റിയാലല്ലോ, ഇത്രയും ദൂരയിലേക്ക് അവർ പോവുകയാണല്ലോ. മലയാറ്റൂർ ഞങ്ങളെ കാണാൻ വന്നപ്പോൾ അപ്പോൾ ചോദിച്ചു, ആകെ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് നിങ്ങളുടെ മഠത്തിൻ്റെ എന്ന് ചോദിച്ചു. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, കണക്ക് കൂട്ടിയിട്ട് പറഞ്ഞു, ഇത് മൊത്തം ഇതിലേക്ക് ആവശ്യമുള്ള എല്ലാ കല്ലും മണലും പിന്നെ മെറ്റലും പിന്നെ ബ്രിക്സും ഞങ്ങളത് മുഴുവനും നിങ്ങൾക്കായിട്ട് തന്നേക്കാം. അത് അങ്ങനെ അവർ ഈ മഠം പണി തീരുന്നത് വരെ സ്ട്രക്ചറിൻ്റെ കംപ്ലീറ്റ് സംഭവങ്ങളെല്ലാം ഞങ്ങൾക്ക് സിമെൻറ്റും കുറച്ച് കമ്പിയും മാത്രം മേടിക്കേണ്ടി വന്നുള്ളൂ ഈ ഭവനത്തിൻ്റെ. അതും ഓരോ ബെനിഫാക്ടേഴ്സ് വഴിയാണ് ചെയ്തത്. പക്ഷേ ആ ഒരു കുടുംബം അങ്ങനെ ഞങ്ങളെ സഹായിച്ചതുകൊണ്ട്
പണി വളരെ വേഗത്തിൽ അങ്ങനെ അങ്ങോട്ട് നടന്നു. അവർക്ക് പാറമടയൊക്കെ ഉള്ള ആൾക്കാരാണ് ഈ നാട്ടിൽ. പല പാറമടകളും ആ സമയത്ത് അടച്ചിട്ടെങ്കിലും ഈ പാറമട മാത്രം, അവർക്ക് തന്നെ 5-8 പാറമടകളുണ്ടായിരുന്നു. അതിൽ ഈ ഒരു പാറമട മാത്രം അടയ്ക്കാതെ ഞങ്ങൾക്ക് വേണ്ടി തന്നെ കർത്താവ് അത് ചെയ്തുകൊണ്ടിരുന്നതായിട്ടുള്ളത്. എന്നിട്ട് അവർ തന്നെ പറയുകയും ചെയ്തു, ആ കന്യാസ്ത്രീകളുടെ പ്രാർത്ഥന കൊണ്ടാണ് എൻ്റെ ഇത് മാത്രം മുടങ്ങാണ്ട് പോകുന്നത്, ബാക്കിയുള്ളതൊക്കെ അടച്ചിട്ടിട്ടുണ്ട് ഇത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതും കൂടി ഞങ്ങൾക്ക് അതിനകത്തൊരു ഭയങ്കര പോസിറ്റീവ് സപ്പോർട്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കോവിഡിൻ്റെ സമയത്ത് പണിക്കാർക്ക് കൂലി കൊടുക്കാനായിട്ടൊക്കെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് മുൻപ് അവരുടെ ഒരു കസിൻ ഞങ്ങളുടെ മലയാറ്റ മഠത്തിലൊക്കെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം ആ കൊച്ചു പറഞ്ഞു, ഞാൻ പറഞ്ഞു നോക്കാം ഞങ്ങളുടെ വ്യക്തിയോട്, അപ്പം അവരത് ചെയ്യൂ എന്നുള്ളത് പറഞ്ഞിട്ട് അവരെന്നിട്ട് ഇത് കേട്ട് കഴിഞ്ഞിട്ട് അമ്മയും മകളും കൂടെ രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഇത് ഞങ്ങളെ സഹായിക്കണോ, ദൈവഹിതമാണോ എന്നുള്ളത്. അങ്ങനെ അവർ വെളുപ്പിന് 5 മണിക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇത്രയും നേരം വരെ രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു, ഇത് നിങ്ങളെ സഹായിക്കാനായിട്ട് ദൈവം ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ പണിക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം ഞങ്ങൾക്ക് പറ്റുന്നത് പോലെ അവരപ്പോൾ ഞങ്ങളോട് എന്ത് തരുന്നതെന്നൊന്നും പറഞ്ഞൊന്നുമില്ല. ഞാൻ ആവശ്യപ്പെട്ടപ്പോഴും അവർ ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള തുക പണിക്കാർക്ക് കൊടുക്കുന്ന അത് സ്ഥിരമായിട്ട് തന്നുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. ആവശ്യം വരുമ്പോൾ ഞങ്ങൾ പിതാവായ ദൈവത്തെ മുട്ടി വിളിക്കുന്നത് പോലെ ജസ്റ്റ് ഒന്ന് അറിയിക്കും. അപ്പോൾ തന്നെ പൈസ ബാങ്കിലേക്ക് വരുന്ന ഒരു ഭയങ്കര അത്ഭുതം അത് തുടർച്ചയായിട്ട് അവർ ചെയ്തുകൊണ്ട്. വേറൊരു വലിയ ദൈവത്തിൻ്റെ പരിപാലനയുടെ ഒരവസരം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തോട് വിശ്വസ്തരായിട്ടിരിക്കുന്നവർ അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അവരുടെ എല്ലാ ആവശ്യങ്ങളും ദൈവം കാണുന്നു എന്നതിന് ഒരു നല്ലൊരു ഉദാഹരണമാണ്. ഈ ബ്ലെസ്സിങ് നടക്കാനായിട്ട് ഞങ്ങൾ ഡിസംബർ തൊട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളിങ്ങനെ പറയുകയും ചെയ്തു, ദൈവമേ ഇത്രയും കടമുള്ളപ്പോൾ നമ്മളെങ്ങനെയാണ്, 1 കോടിയിൽ കൂടുതൽ കടമുണ്ട്, ഇതെങ്ങനെയാണ് വീട്ടേണ്ടത്, വീട്ടാതെ നമുക്ക് ബ്ലെസ്സിങ് നടത്തുന്നത് അത്ര ശരിയല്ലോ എന്ന് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ഒരു മനുഷ്യൻ പറയുകയാണ്, ഞാൻ ഇവർക്ക് വേണ്ട എല്ലാ കടങ്ങളും ഞാൻ വീട്ടിൽ തരാം, അതിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു വലിയ കെട്ടിടം, അത് ഞാനൊരു ഫ്ലാറ്റ് ഞാൻ വിൽക്കും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി. അപ്പോൾ അദ്ദേഹം ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്, ഫ്രാൻസിലുള്ള മിസ്റ്റർ ഒലീവിയർ. അപ്പോൾ അദ്ദേഹം ക്യാൻസറിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ ആ ഒരു കെട്ടിടം ഞങ്ങൾക്ക് വേണ്ടി വിറ്റ് ആ കടം മുഴുവനും തീർക്കാനായിട്ട് പ്രത്യേകം ഒരു വലിയ അനുഗ്രഹം. അത് ഞങ്ങൾ വിശുദ്ധ മറിയം ത്രേസ്യായുടെ മാധ്യസ്ഥവും അതുപോലെ തന്നെ മരിച്ചുപോയ ജോസഫ് വിധേയത്തിൽ മറിയം ത്രേസ്യായുടെ സ്പിരിച്വൽ ഫാദറായിരുന്ന അവരോട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെയൊരു എൻ്റെ പിറ്റേ ദിവസമാണ് ഞങ്ങൾക്ക് ഈ ഒരു ഉത്തരം തരുന്നത്, കടം മുഴുവനും വീട്ടാനായിട്ടുള്ള പണം അയാൾ ഞങ്ങൾക്ക് വേണ്ടി തരാമെന്നുള്ളത്. അത് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹമായിരുന്നു. ഞങ്ങളുടെ ഈ ബ്ലെസ്സിങ്ങിൻ്റെ ജസ്റ്റ് കുറച്ച് ദിവസം മുമ്പ് അദ്ദേഹം പെട്ടെന്ന് മരിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ ഫ്യൂണറൽ ഞങ്ങളുടെ ബ്ലെസ്സിങ്ങിൻ്റെ പിറ്റേ ദിവസമാണ് ഫ്യൂണറൽ നടന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ചു. ഒരു പ്രത്യേക ഒരു നിയോഗം പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നു. അദ്ദേഹം ഞങ്ങളുടെ ആവശ്യം പൂർത്തിയാക്കി താൻ മരണമടഞ്ഞതുപോലെ അനുഭവപ്പെടുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാമത്തിലാണ് ഞങ്ങളൊരു ഗ്രോട്ടോ, അദ്ദേഹത്തിന് ശുദ്ധീകരാത്മാക്കളോട് വലിയ ഭക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ ഒരു ഗ്രോട്ടോ സ്ഥാപിച്ചിട്ടുണ്ട്. ശുദ്ധീകരാത്മാക്കൾക്ക് കർമ്മലമാതാവ് ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുന്ന ആത്മാക്കളെ എല്ലാ ഫസ്റ്റ് സാറ്റർഡേയിലും അതിൻ്റെ പ്രോമിസുമൊക്കെ ഞങ്ങളോട് എഴുതി വെച്ചുകൊണ്ടുള്ളൊരു ഗ്രോട്ടോ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ നിയോഗപ്രകാരമാണ് ഉണ്ടാക്കിയത്. ഇതൊക്കെ ദൈവത്തിൻ്റെ സ്നേഹമാണ് ഞങ്ങളോടുള്ള. ഇപ്പോൾ ഈ മഠം പൂർത്തിയാകണമെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നു. ഞങ്ങളുടെ മനസ്സിലെപ്പോഴും ഇത് ദൈവം തുടങ്ങിയതല്ലേ, അത് ദൈവം അത് പൂർത്തിയാക്കിക്കോളും. ഞങ്ങളുടെ പ്രൊവിൻഷ്യാളജി അത് പറഞ്ഞു, ദൈവം ബ്ലെസ്സിങ് ആണല്ലോ, ഇത് എവിടം വരെ ഇതെങ്ങനെ തീരുമെന്ന് എനിക്ക് തോന്നണില്ല എന്നുള്ള മട്ടിൽ ഇതായിട്ട് വന്ന് പറഞ്ഞു. അപ്പോഴും ഞങ്ങൾ ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അതെല്ലാം ഭംഗിയായിട്ടിരിക്കുന്നു. ഗാർഡനും എല്ലാം ഭംഗിയാക്കി പൂർത്തിയാക്കി. അങ്ങനെ ദൈവസ്നേഹം ഞങ്ങൾ ഇതിലൂടെ ഒത്തിരിയേറെ
അപ്പോൾ ജീവിക്കുന്ന ഒരു ദൈവം നമ്മുടെ മധ്യേ ഉണ്ട് എന്ന് ജനത്തോട് പറയാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ദൈവത്തെ നാം സ്നേഹിക്കുകയാണെങ്കിൽ, അവിടുത്തെ കൽപ്പനകളനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട. ദൈവം ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും എന്ന് വ്യക്തമായിട്ട് ഈ ലോകത്തോട് പറയാനായിട്ട് എനിക്ക് നല്ല ധൈര്യമുണ്ട്. ഞങ്ങളുടെ ഈ ഭവനത്തിൻ്റെ ഈ കംപ്ലീഷൻ അതിൻ്റെ അതിലെനിക്ക് പറയാനായിട്ട് പറ്റുന്നത് ഒരു വലിയൊരു അനുഗ്രഹമാണ്.